നമ്മൾ വന്നിട്ടുള്ളത് നല്ല നാടൻ മത്തി മുട്ട കൊണ്ടുള്ള ഒരു കിടിലൻ ഐറ്റം ആയിട്ടാണ്. നല്ല ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഉഗ്രൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ ഐറ്റം മത്തിയുടെ മുട്ട. ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 1 കിലോ മത്തി വാങ്ങി ക്ലീൻ ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് പൊടികളിട്ടൊന്ന് പുരട്ടി വയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും കൂടി ചേർത്ത് മീനാണെങ്കിലും മുട്ടയാണെങ്കിലും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വറുക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-12 മിനിറ്റ് മാത്രം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിതങ്ങ് റെഡിയാക്കി എടുത്തേക്കാം. മത്തി പോലെ തന്നെ നല്ലതാണ് മത്തിയുടെ മുട്ട കഴിക്കുന്നതും. അതുപോലെ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റും ആയിരിക്കും. കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ടുന്ന കുറച്ച് ഐറ്റംസ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു 4-5 ചെറിയുള്ളി ഇതുപോലെ ഒന്ന് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 4-5 വെളുത്തുള്ളി എല്ലാം ഇതുപോലെ ഒന്ന് ചെറുതാക്കിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കങ്ങ് റെഡിയാക്കി എടുത്തേക്കാം. അപ്പോൾ ഞാൻ ഒരു മൺചട്ടി ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 സ്പൂണോളം മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ആദ്യമേ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മീതേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻമുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻമുട്ട ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം. അതുപോലെ ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ എണ്ണയിൽ നിന്ന് പൊട്ടിയൊക്കെ തെറിക്കുമല്ലോ. അപ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ച് ചെയ്യുക. ഇനി ഇതൊരു 2-3 മിനിറ്റ് എണ്ണയിൽ കിടന്ന് ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഒരു 3 മിനിറ്റിന് ശേഷം ഞാൻ പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒത്തിരി നേരം നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങ് ആടായി ആ ഒരു ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി ചേർത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ പച്ചമുളകും കൂടി, ഇഞ്ചിയും ചെറിയുള്ളിയും കൂടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് അതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തേക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയും ബാക്കിയുള്ള ഐറ്റംസും എല്ലാം കൂടി ചേർന്ന് നല്ലപോലെ ഒന്ന് കുക്കായി സോഫ്റ്റായിട്ട് റെഡിയായി വരട്ടെ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം കുറച്ച് സമയം ഇതൊന്ന് അടച്ച് മൂടി വയ്ക്കാം. ഇപ്പോൾ കുറച്ച് ടൈം ആയിട്ടുണ്ട്. നമ്മുടെ റെസിപ്പി ഏകദേശം നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് മൂത്ത് പോകും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ നല്ല കറക്റ്റ് പാകത്തിലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചൊന്ന് സ്പൈസി ആയിട്ടിരിക്കാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒത്തിരി ടൈം നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് ഹാർഡായി പോകും. അപ്പോൾ ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിത് സ്റ്റൗവിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഇനി ഇരുന്ന് മുരിഞ്ഞു പോകും. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മത്തി മുട്ട ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂട് ചോറിനൊപ്പം ഇത് മാത്രം കൂട്ടി കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.